എടാ എടാ പട്ടികളെ, നിങ്ങൾ എന്റെ മകളെ. അപ്പൊ ആ വിവരം അവള് തന്നോട് പറഞ്ഞു അല്ലേ? ഞങ്ങൾ വിചാരിച്ചു പറയില്ലെന്ന്. ക്ഷമിക്കടോ, അതിനുള്ള കാശങ്ങ് തരാം. എന്റെ മകൾക്ക് നഷ്ടപ്പെട്ട മാനം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? അതിന് താൻ എത്ര പേരുടെ മാനം കളഞ്ഞിട്ടുണ്ട്? അതിന്റെയൊക്കെ ശിക്ഷയാന്ന് കരുതിക്കൂ. നിനക്കൊക്കെ അറിയാമോ, ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. ഒരു പോലീസുകാരനായിരുന്നു. കൊള്ളാം. എന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചൊരു നിലയിലാക്കിയപ്പോ ഞാൻ ഒന്നുമില്ലാത്തവനായിപ്പോയി. ഒന്നും. എന്റെ മേലോഫീസർക്ക് പെണ്ണു കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ജോലി രാജിവെച്ചു. സ്വന്തമായ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഞാൻ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പട്ടിണിയും ദാരിദ്ര്യവും കണ്ട് ഒരു ബലഹീന നിമിഷത്തിൽ ഞാനൊരു കൂട്ടിക്കൊടുപ്പുകാരനായി. കൈ നിറയെ കാശ് വന്നപ്പോ ഞാൻ എല്ലാം മറന്നു. ഒരു കൂട്ടിക്കൊടുപ്പുകാരനും ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല, വയറ് പിഴയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാ. പക്ഷെ ശ്രീധരൻ സ്വന്തം മകളെയും ഭാര്യയും കൂട്ടിക്കൊടുത്തിട്ടില്ല. ശ്രീധര, ഞാനാരെന്നറിയാലോ? കോഴിക്കോട് മേയറുടെ മകനാ. നിന്റെ മകളെ നീ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ പേരിൽ കേസ് ഉണ്ടാക്കി നിന്നെ ഞാൻ അകത്താക്കും. വല്ല കാശും വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോടാ. എന്നിട്ട് മോക്ക് വല്ല പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടു. അവളൊന്ന് തുടുക്കട്ടാ. തന്റെ മകളാണെന്ന് തന്നോട് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ. എടാ പട്ടികളെ, നീ എന്നാടാ ചെറ്റ ബ്രോക്കറെ പറഞ്ഞത്? എടാ ശ്രീധര, നിന്നെ കൊന്നു തള്ളിയാൽ ഒരു പട്ടിയും ഞങ്ങളോട് ചോദിക്കില്ല. എടാ പട്ടികളെ, നിന്നെ ഒന്നും തല്ലി തോപ്പിക്കാനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നടാ. ശ്രീധരൻ ചേട്ടാ, പക്ഷെ എനിക്ക് ചങ്കൂറ്റമുണ്ട്. ശ്രീധരൻ ചേട്ടാ, ഞങ്ങളെ കൊല്ലല്ലേ. പന്ന ചെറ്റകളെ, ഇപ്പൊ ചേട്ടനായോടാ. ഇത്രയും നേരം ശ്രീധരനായിരുന്നു. ദാ ഇത് കണ്ടോ? ശ്രീധരൻ ചേട്ടാ, ഞങ്ങളെ കൊല്ലല്ലേ. 9 മാസം ഞാൻ ഇതിൽ പണി പഠിച്ചവനാ. എനിക്കുന്നം തെറ്റില്ല. ശ്രീധരൻ ചേട്ടാ, ഞങ്ങൾക്ക് പറ്റിപ്പോയി. എടാ പ്രവീണേ, നീ എന്റെ മോളെ പറ്റി എന്നാ പറഞ്ഞത്? പറയടാ, പറയടാ. സൂപ്പർ സൂപ്പറാ. മകള് മാത്രമല്ലടാ, ഞാനും സൂപ്പറാ. പല പ്രാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ. ചോദിച്ചോ. ഈ കൂട്ടിക്കൊടുക്കുന്നതില് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? ഇല്ല, ഒരു കുറ്റബോധവും ഇല്ല. ജീവിക്കണം, കൂടെയുള്ളവരെ ജീവിപ്പിക്കണം. എന്റെ മോടെ പഠിപ്പ് മുടങ്ങരുത്. അച്ഛാ, ഞാൻ കോളേജിൽ പോയിട്ട് വരട്ടെ. മോളെ, എന്താ അച്ഛാ? ഇക്കൊല്ലം MSc ഫൈനൽ ഇയർ ആണ്. കൂട്ടുകാരുമായി ചേർന്ന് ഉഴപ്പരുത്. ഫസ്റ്റ് ക്ലാസ് വാങ്ങും. ശരി അച്ഛാ. എന്റെ മോളാണ് അച്ഛന്റെ സ്വപ്നം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവള് നല്ല മിടുക്കിയായിട്ട് തന്നെ പഠിക്കും.